ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്മസ് നമ്മുടെ മുൻപിൽ എത്തി നിൽക്കുകയാണല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശു നൂറ്റാണ്ടുകളായി ക്രൈസ്തവ ലോകത്തിനും ലോകമെമ്പാടും താല്പര്യവും ആർദ്രതയും നൽകുന്നതാണ്. ഇന്നത്തെ ലോകത്തിൽ കുടുംബജീവിതം ആദരിക്കപ്പെടുന്നിടത്തെല്ലാം ഈ അത്ഭുതം സുരക്ഷിതത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വൈകാരിക ഉണർത്തുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്മസ് സന്ദേശം അറിയപ്പെടുന്ന തിരുവെഴുത്ത് വിവരണങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ മനോഹാരിതയിൽ തെല്ലും സംശയം വേണ്ട. നാം ഇത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അത് നമുക്ക് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്ത. യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നമുക്ക് ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ചോദ്യം ഇതാണ്: ആർക്കാണ് രക്ഷകനെ ആവശ്യമായിരിക്കുന്നത്? ഉത്തരം ലളിതമാണ്: നഷ്ടപ്പെട്ടവർക്കാണ് രക്ഷകനെ ആവശ്യമായിരിക്കുന്നത്. ഈ ആശയം സകലവും തീരുമാനിക്കുന്നു. ആട്ടിടയന്മാർ മാത്രമല്ല, ഞാനും നിങ്ങളും ഉൾപ്പെടെ സകലരും നഷ്ടപ്പെട്ടവരാണ്. പാപത്താൽ സകല മനുഷ്യരും ദൈവത്തിൽ നകന്ന് ജീവിതം നയിക്കുന്നു. രക്ഷകൻ എന്ന് പറഞ്ഞ യേശുവിനോട് ചേർന്ന് എത്ര ആളുകൾ സംസാരിച്ചാലും അവർ ഇപ്പോഴും ഈ നഷ്ടപ്പെട്ട ലോകത്തിൽ ഉൾപ്പെട്ടവരെങ്കിൽ തങ്ങളിൽ തന്നെ അതിൻ്റെ സ്വാധീനം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നു. കർത്താവ് യേശു ക്രിസ്തു തന്നിൽ ആശ്രയിക്കുന്നവരുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകേണ്ടതിന് ക്രൂശിനെക്കുറിച്ച് ഓർക്കുന്നു. എങ്കിൽ മാത്രമാണ് നമുക്ക് ക്രിസ്മസ് സന്ദേശത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് സാധിക്കുന്നത്. അവനിലും അവൻ്റെ പ്രായശ്ചിത്ത യാഗത്തിലും വിശ്വസിക്കാത്ത ആർക്കും രക്ഷിക്കപ്പെടാൻ ആകില്ല. ക്രൂശിലല്ലാതെ പശുത്തൊട്ടിയിലെ ശിശുവിൻ്റെ കഥ ദുഃഖകരമായി കാൽപ്പനികമല്ലാതെ മാറുമായിരുന്നു. ബെത്ലഹേം എന്ന പ്രാധാന്യമില്ലാത്ത ഒരു പട്ടണത്തിൻ്റെ കവാടത്തിന് പുറത്ത് ചില ഇടയന്മാർ ജാഗ്രതയോടെ രാത്രിയിൽ അവരുടെ ജോലി ചെയ്യുന്നു. ഒരു ദൂതൻ ദൈവത്തിൽ നിന്നുള്ള സന്ദേശമായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇടയന്മാർക്ക് മുമ്പൊരിക്കലും ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവർ ഭയപ്പെടുന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ദൂതൻ അവർക്ക് നൽകുന്ന സന്ദേശം വലിയ സന്തോഷം പകരുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറേണ്ടതിനെ അവൻ നിശ്ചയിച്ച സമയം വന്നിരിക്കുന്നു. ഇനി വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അന്നു മുതൽ ബെത്ലഹേം പട്ടണം ലോകപ്രശസ്തമായി മാറി. ആ ചെറിയ സ്ഥലത്തിൻ്റെ പേര് ഇന്ന് മിക്കവാറും പേർക്ക് അറിയാം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സംഭവിച്ചത് ദരിദ്രരായ പാപികളായ സകല മനുഷ്യർക്കും രക്ഷയുടെ പ്രത്യാശ നൽകിയതാണ്. അന്നും ഇന്നും ആർക്കും നൽകുവാൻ കഴിയാത്ത പ്രത്യാശ അവൻ നമുക്കായി നൽകി. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പോസ്തലപ്രവൃത്തികൾ 4:12. ഇതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്തോഷകരമായ സന്ദേശം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സന്തോഷകരമായ ഊഷ്മളമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു.